സാമൂഹിക മാധ്യമങ്ങളിലൂടെ ദൃശ്യം പ്രചരിച്ചതിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കി. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക്കാണ് മരിച്ചത്. ദീപക് ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം കാട്ടിയെന്നായിരുന്നു യുവതിയുടെ ആരോപണം. തിരക്കുള്ള ബസ്സിൽ വെച്ച് യുവതി ചിത്രീകരിച്ച വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് ദീപക് ആത്മഹത്യ ചെയ്തത്. പോയപ്പോ ആർക്ക് പോയി? അയാളുടെ കുടുംബത്തിന് പോയി. ഇതുപോലെ പറയണ ഫോണും തൊലിച്ചോണ്ട് ഇറങ്ങിയിട്ടുണ്ട് റീച്ച് കൂട്ടാനാന്ന് പറഞ്ഞു. ഇതിപ്പോ തിരിച്ചൊരു പെണ്ണാ മരിച്ചെന്നുണ്ടെങ്കിൽ കാര്യം എന്തോന്ന് പോലും അറിയാതെ കേസ് എടുത്ത് അറസ്റ്റ് ചെയ്ത് ഇപ്പൊ ജയിലിൽ കൊണ്ടിട്ടേനെ. ഇവിടെ ഇപ്പൊ ഒരാണാ മരിച്ചതെന്നുള്ളതുകൊണ്ട് ഇപ്പൊ ആർക്കും ഒന്നും പറയാനില്ല. അല്ലെങ്കിൽ ഇപ്പൊ ക്യാമറ എടുത്തോണ്ട് പറയണ ഇറങ്ങി മൈക്കും എല്ലാം പിടിച്ചോണ്ട് പെണ്ണിനെതിരെ കേസ് എടുത്തിട്ടില്ല, അറസ്റ്റും ചെയ്തിട്ടില്ല. ആണ് വല്ലതായിരുന്നെങ്കിൽ ഇപ്പൊ എടുത്ത് ഊക്കിയെടുത്തിട്ടേനെ. എന്നിട്ട് ഇപ്പൊ അങ്ങ് ഗുണോണ അടിച്ചേനെ എല്ലാം അവിടെ കൂടിയിരുന്നു. ആ പെണ്ണുമ്പുള്ള ഇട്ട വീഡിയോയിൽ കൃത്യമായിട്ട് അറിയാം അയാളുടെ അടുത്തോട്ട് പോയിട്ട് അങ്ങേര് തൊടാൻ വേണ്ടി തന്നെ അറിഞ്ഞുകൊണ്ട് ഇന്ന് കൊടുക്കുകയും ചെയ്തതും പോരാ, എന്നിട്ട് പിന്നെ പ്രതികരിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നിയില്ലെങ്കിൽ നിങ്ങൾ അപ്പൊ പ്രതികരിക്കണം. അല്ലാതെ വീഡിയോ എടുത്തിട്ട് അങ്ങനെ തൊടട്ടെന്ന് പറഞ്ഞ് അങ്ങനെ എടുത്തോട്ട് പോയി നിന്നിട്ട് തൊടാൻ വേണ്ടി നോക്കി ഇരിക്കുവല്ല ചെയ്യേണ്ടത്. ഒരു തെറ്റും ചെയ്യാത്തവർ പോലും ശിക്ഷിക്കപ്പെടും ഇതേപോലെ തന്തയില്ലാത്ത പെണ്ണുങ്ങൾ കാരണം. ഇനിയിപ്പോ ആ പെണ്ണിനെതിരെ കേസ് എടുത്തെന്ന് പറഞ്ഞാൽ അതൊന്നും നീണ്ടു പോകത്തില്ല. അപ്പുറത്ത് നിൽക്കുന്ന ഒരു പെണ്ണായതുകൊണ്ട് ഇതൊന്നും ഇവിടെ എത്താൻ പോകുന്നില്ല. മറിച്ച് ഒരാണായിരുന്നുണ്ടെങ്കിൽ ഒന്നും നോക്കാതെ കേസും എടുത്ത് അപ്പളെ അറസ്റ്റ് ചെയ്തേനെ, ഒന്നും നോക്കണ്ട. ഇവിടെ ആദ്യം മാറ്റേണ്ട നിയമം ആണിന് വേറെ നിയമം, പെണ്ണിന് വേറെ നിയമം, അതാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവളുമാരെല്ലാം മുതലെടുക്കുകയും ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. ഇവരുടെ കൂട്ടുള്ളത് കാരണം ശരിക്കും മോശപ്പെട്ട അനുഭവം ഉണ്ട്. സ്ത്രീകളെ കൊണ്ടും ആൾക്കാർ സംശയിച്ചു പോകും. ഇതൊന്നും ഒരിക്കലും ഒരു മാസമായിട്ടുള്ള കാര്യമല്ല. ഒരു പാവം പിടിച്ചവന്റെ ജീവിതം കൊണ്ടൊക്കെ തൊലച്ചത്. ഇതൊക്കെ കണ്ടിട്ട് ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ എവിടെ പോയെന്നാ? ഇതിനെതിരെ ഒന്നും പ്രതികരിക്കത്തില്ല. ഇതൊന്നും ആർക്കും അറിയണ്ടായല്ലോ. ഒരു ആൺ ചത്തു പോയോണ്ട് ആർക്കും വിലയില്ല. ഒരു പെണ്ണാ മരിച്ചെന്നുണ്ടായിരുന്നെങ്കിൽ കുറെ എണ്ണം പൊക്കിക്കോട്ട് ഇറങ്ങിയേനെ. ഇപ്പൊ ആർക്കും പൊക്കണ്ടായല്ലോ. ഇനി എന്തൊക്കെ പ്രശ്നം വന്നാലും ഇനി ബസ്സേ കയറി പോവുകയേ ചെയ്തു. എവിടുന്നേലും ലോൺ എടുത്തിട്ടാണെങ്കിൽ പോലും വണ്ടി എടുക്കണം, എന്നിട്ട് വണ്ടിയെ തന്നെ പോകണം. അല്ലാതെ KSRTC ബസ്സിൽ അല്ലെങ്കിൽ ബസ്സേ കയറി പോകാനേ പാടില്ല. ഒന്നും പറ്റിയില്ലെങ്കിൽ നടന്നെങ്കിലും പോകാൻ ജീവനേലും രക്ഷപ്പെടും. എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ട് എങ്ങോട്ടേലും പോകുന്നതായിരിക്കും നല്ലത്. കുറെ എണ്ണം മാസ്കും പറിച്ച് തൊലിച്ചോണ്ട് ഇറങ്ങിയിട്ടുണ്ട്.